തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഇടത് തട്ടകമായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളിൽ ആണ് പ്രമുഖരെ പ്രചാരണത്തിന് ഇറക്കി ബിജെപിയും യുഡിഎഫും നടത്തുന്നത്. വരുന്ന 24-ാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ്. CPI നേതാവും ശ്രീവരാഹം വാർഡ് കൗൺസിലറുമായിരുന്ന വിജയകുമാറിന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ നേടി ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ വി ഹരികുമാർ. 100% പ്രതീക്ഷയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാരമ്പര്യമായിട്ടുള്ള സീറ്റാണ് ശ്രീവരാഹം വാർഡ്. ആ വാർഡ് ഈ പ്രാവശ്യം വീണ്ടും ശ്രീവരാഹത്തിന്റെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളുടെ കൂടെയാണ്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളെ വിജയിപ്പിക്കും. അപ്പം ഞങ്ങളെല്ലാ നേതാക്കന്മാരും രംഗത്തുണ്ട്. ഞങ്ങൾ സജീവമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും ഈ വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. ശ്രീവരാഹം തിരിച്ചുപിടിക്കാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് UDFന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. പ്രമുഖ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കുന്നതിലൂടെ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി സുരേഷ് കുമാർ. തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിലെ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDFനെ വിജയിപ്പിക്കും ഇവിടുത്തെ ജനങ്ങൾ. തീർച്ചയായിട്ടും ജനങ്ങള് ഏത് രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി അവസരം കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസരം സർക്കാരും കോർപ്പറേഷനും ഉണ്ടാക്കിക്കൊടുത്തതിൽ നമ്മുടെ ജനം സന്തോഷിക്കുകയാണ്. ഈ അവസരം UDFന് അനുകൂലമായി വരികയും തീർച്ചയായിട്ടും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി R മിനിയും ഇത്തവണ വിജയമുറപ്പിച്ചാണ് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. ഉറപ്പിച്ചു തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് തന്നെ എല്ലാവരും പറയുന്നത്. അതാണ് സംശയം. മത്സരം കടുത്തതാവും. ഇത്തവണ അങ്ങനെ ഒരു ഞങ്ങളുടെ അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ നല്ല ആത്മവിശ്വാസത്തോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കരയോഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ആ ഒരു ചെറിയ ഒരു ഇതിലാണ് 200 വോട്ടിനാണ് അന്ന് എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത്. അതിന് മുമ്പിലത്തെ തവണ 395 വോട്ടോടു കൂടിയാണ് ഞാൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും. ന്യൂസ് 18 തിരുവനന്തപുരം.